ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മിമിക്രിയിലൂടെ സിനിമാ ലോകത്തെത്തിയ നടനാണ് ലാൽ. റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രം സിദ്ദിഖുമൊത്ത് സംവിധാനം ചെയ്ത ലാൽ അഭിനയത്തിലും നിർമ്മാണത്തിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. സിദ്ദിഖുമായി പിരിഞ്ഞ ശേഷവും അദ്ദേഹം ടു ഹരിഹർ നഗർ, ഇൻ ഹോസ്റ്റ് ഹൗസ് ഇൻ എന്നീ ഹിറ്റുകൾ ഒരുക്കി. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു വിയറ്റ്നാം കോളനി. മോഹൻലാൽ, കനഹ, ഇന്നസെന്റ് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം മോഹൻലാൽ ഈ കൂട്ടുകെട്ടിനോടൊപ്പം ഒന്നിച്ച ആദ്യ സിനിമയായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗിന്റെ ആദ്യ ദിനത്തിൽ മോഹൻലാലിന്റെ അഭിനയം തനിക്കും സിദ്ദിഖിനും ഓക്കെയായി തോന്നിയിട്ടില്ല എന്നും അദ്ദേഹം വെറുതെ ഡയലോഗ് പറയുന്ന പോലെ ഫീൽ ചെയ്തുവെന്നും ലാൽ പറയുന്നു. എല്ലാ ഷോട്ടിലും അത് പ്രകടമായിരുന്നുവെന്നും എന്നാൽ കുറച്ചു ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷമാണ് ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന തിരിച്ചറിവ് തനിക്ക് ഉണ്ടായതെന്നും ലാൽ പറയുന്നു. ലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിയറ്റ്നാം കോളനി എന്ന സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആദ്യ ദിവസം തന്നെ മനസ്സിലായി മോഹൻലാൽ അത്ര പോരാ എന്ന്. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അഭിനയം ഇല്ലാത്തതുപോലെ, അഭിനയിക്കുകയാണെന്ന് തോന്നേണ്ടേ, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വന്ന് ഡയലോഗ് പറയുന്നു. എന്തൊരവസ്ഥ! ഞാനത് സിദ്ദിഖിനോട് പറയുകയും ചെയ്തു. സിദ്ദിഖെ, ഒന്നും വരുന്നില്ലല്ലോ, വെറുതെ വന്ന് പറഞ്ഞങ്ങ് പോവുകയാണല്ലോ എന്ന്. സിദ്ദിഖും പറഞ്ഞു അതെ, ഒരു അഭിനയവും ഇല്ല എന്ന്. പക്ഷേ പിന്നെ ആദ്യം കുറെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കേണ്ടത് അഭിനയിച്ചിട്ടല്ല, അഭിനയിക്കാതെയാണ് അഭിനയിക്കേണ്ടതെന്ന്. കണ്ണിലുള്ള ചെറിയ ചലനത്തിൽ പോലും അഭിനയമിരിക്കുന്നുവെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊക്കെ അഭിനയത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ക്ലാസ്സൊക്കെ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്, ലാൽ പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.